ദ്രവീകൃത പ്രകൃതിവാതകമായ CNG ലഭ്യമാക്കുന്ന കൂടുതൽ പമ്പുകൾ തിരുവനന്തപുരം ജില്ലയിൽ ആരംഭിക്കാൻ ഇന്ധന ഏജൻസിയുടെ തീരുമാനം. തലസ്ഥാന ജില്ലയിൽ ഓട്ടോറിക്ഷകൾ, KSRTC ബസ്സുകളടക്കം നിരവധി CNG വാഹനങ്ങളാണ് ഉള്ളത്. എങ്കിലും ഇവർക്ക് ആവശ്യമായ ഫില്ലിംഗ് പമ്പുകൾ നിലവില്ലെന്ന് ജനം TV റിപ്പോർട്ട് ചെയ്തിരുന്നു. തുടർന്നാണ് കൂടുതൽ പമ്പുകൾ സ്ഥാപിക്കാനുള്ള നടപടി ആരംഭിച്ചത്. പിറന്നാൾ വേളയിൽ വീണ്ടും ജനം ഇമ്പാക്ട്. തലസ്ഥാന ജില്ലയിൽ നിരവധി CNG വാഹനങ്ങൾ ഉണ്ടെങ്കിലും ഇവിടെ ഈ ആധുനിക ഇന്ധനം നിറയ്ക്കാനുള്ള കേന്ദ്രങ്ങൾ തുലോം കുറവ്. ഇക്കാര്യം ഈ മാസം 15-നാണ് ജനം TV റിപ്പോർട്ട് ചെയ്തത്. അന്ന് ഇങ്ങനെയായിരുന്നു ചില പ്രതികരണങ്ങൾ. ഇവിടെ വന്ന് ക്യൂവിൽ നിൽക്കുന്ന 3 മണിക്കൂർ 3.5 മണിക്കൂറൊക്കെ നിന്നാണ് നമ്മൾ CNG അടിച്ചുകൊണ്ട് പോകുന്നത്. ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പം നമ്മൾ എന്തോരം കൊണ്ടാണ് വീട്ടിനകത്ത് പോകുന്നത്. അപ്പോൾ വെറുതെ CNG മാത്രം നമ്മൾ അടിക്കാൻ വന്നത്. അപ്പോൾ നമുക്ക് ഓടണ്ടേ? ഇപ്പോൾ ഓഫീസ് ടൈമിലാണ് വല്ല ഓടേണ്ട സമയം. ഈ ഓടേണ്ട സമയത്ത് നമ്മൾ ക്യൂവിൽ ഇവിടെ നിൽക്കുന്നു. ഇനി ഇതും അടിച്ച് നമ്മൾ അവിടെ പോകുമ്പോൾ വേറെ 10, 50, 100 രൂപയ്ക്ക് ഓടിയിട്ട് വേണം നമ്മൾ ഇനി അങ്ങ് പോകണം. CC അടയ്ക്കുന്നത് വളരെ ബുദ്ധിമുട്ട്. കടം എടുത്താണ് ഇപ്പോൾ അടയ്ക്കുന്നത്. വീട്ടിനകത്തുനിന്ന് കടം ഉരുപ്പടിയും ബ്ലേഡ് വലിശയ്ക്കും കടങ്ങൾ വാങ്ങിച്ച് എടുത്ത് വരുന്നത്. അവസാനം ഇങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ ആത്മഹത്യയുടെ വക്കിൽ തന്നെ വരണം. അതെല്ലാം ഭയങ്കര ക്യൂവാ എല്ലായിടത്തും. ഇത് ഒരു വണ്ടി ഇങ്ങനെ ഇറക്കിയിട്ട് അതിനുള്ള ഇന്ധനം അടിക്കാനുള്ള ഇതൊക്കെ കൂടെ ചെയ്യണ്ടേ? നമുക്ക് ഇന്ധനം ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? ഉള്ളയിടത്ത് നിന്ന് എവിടെ നിന്നൊക്കെ ദൂരത്തിൽ നിന്നൊക്കെയാണ് ആൾക്കാർ ഓടി ഇവിടെ വരുന്നത്. ഇവിടെ മാത്രമേ ഉള്ളൂ സ്റ്റോക്ക്. അങ്ങനെ ഇവിടെ കിടന്ന് അടിച്ചിട്ട് പോകാനുള്ള ഒരു മാർഗ്ഗമേ ഉള്ളൂ. കാരണം ചെയ്യാനില്ല. ഈ ഓടുന്ന ടൈമും ഇതിലോട്ട് അങ്ങ് പോകും. KSRTCക്ക് ഒരു നിശ്ചിത സമയം വെക്കണം. ഞങ്ങളുടെ പെട്രോൾ ടാങ്ക് എന്ന് പറഞ്ഞാൽ 4.5 കിലോയാണ്. 4.5 കിലോ എന്ന് പറഞ്ഞാൽ ചില സമയത്ത് പ്രഷറില്ലാത്ത 4.5 കിലോ കയറാറില്ല, എങ്കിലും 4.5 കിലോയാണ്. KSRTCയുടെ ടാങ്ക് എന്ന് പറഞ്ഞാൽ ഏകദേശം 60-40 കിലോ എങ്കിലും ഇത്രയും സമയം ഏകദേശം ഒരു വണ്ടിക്ക് KSRTCയുടെ വണ്ടിക്ക് അടിക്കാൻ വേണ്ടി മാത്രം തന്നെ 1 മണിക്കൂർ 1.5 മണിക്കൂർ എടുക്കും. ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതോടെ പ്രമുഖ CNG വിതരണ ഏജൻസിയായ AG&P പ്രഥം കമ്പനിയാണ് കൂടുതൽ ഫില്ലിംഗ് കേന്ദ്രങ്ങൾ താമസിയാതെ ആരംഭിക്കുന്ന കാര്യം വാർത്താക്കുറിപ്പിലൂടെ ജനം TVയെ അറിയിച്ചത്. തലസ്ഥാന ജില്ലയിലെ പാറശാല, വർക്കല, തോന്നയ്ക്കൽ, നാലാഞ്ചിറ, നന്ദിയോട്, പേരൂർക്കട എന്നിവിടങ്ങളിൽ പുതിയ CNG സ്റ്റേഷനുകൾ തുറക്കാൻ തീരുമാനിച്ചതായും കമ്പനി PRO അറിയിച്ചു. അങ്ങനെ ജനം പിറന്നാൾ വേളയിൽ മറ്റൊരു ഇമ്പാക്റ്റ് കൂടി. MK വിനോദ്, ജനം, തിരുവനന്തപുരം.